നിങ്ങളുടെ ഡയറ്റ് ഏറ്റവും എളുപ്പത്തിൽ ഹെൽത്തി ആക്കാൻ പറ്റിയ ഒരു വഴി എന്താണെന്നറിയോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ വെജിറ്റബിൾ സാലഡ്സിനെ കുറിച്ചാണ്. നിങ്ങൾ പലതവണ നിങ്ങളുടെ ഡയറ്റീഷ്യൻ്റെ അടുത്തു നിന്നും ഡോക്ടർമാരുടെ അടുത്തും കേട്ടിട്ടുണ്ടാവും കൂടുതൽ പച്ചക്കറി കഴിക്കണമെന്ന്. പക്ഷെ അത് എങ്ങനെ കഴിക്കണം എന്നുള്ളതും വെജിറ്റബിൾ സാലഡ്സ് എത്ര കഴിക്കണം എന്നുള്ളതും ഏതെല്ലാം സമയത്താണ് കഴിക്കേണ്ടത്, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ഡയറ്റ് എത്ര മോശമുള്ളതാണെന്നുണ്ടെങ്കിലും എളുപ്പമാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി വെജിറ്റബിൾ സാലഡ്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. വെജിറ്റബിൾസ് ഏറ്റവും നല്ലത് റോ ആയിട്ടോ സാലഡ് ആയിട്ടോ കഴിക്കുന്നതാണ്. പക്ഷെ നമ്മൾ മലയാളികൾ അങ്ങനെയല്ല കഴിക്കാറ്. ഒന്നിക്കൽ ഉപ്പേരി അല്ലെങ്കിൽ കറീൻ്റെ കൂടെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്ത് അതിലുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് മികച്ച സാലഡ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പേ ആദ്യം എനിക്ക് പറയാനുള്ളത്, വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടാന്നുള്ളതാണ്. നിങ്ങൾ വൈറ്റമിൻ ഇൻ്റെതോ വൈറ്റമിൻ സിയോ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്, മൾട്ടി വിറ്റാമിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ പച്ചക്കറി കഴിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താം. അധികം ആൾക്കാർക്കും മെഗ്നീഷ്യം കിട്ടുന്നതിൻ്റെ അളവ് കുറവാണ്. അത് പച്ചക്കറി കഴിക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മെഗ്നീഷ്യം നിങ്ങളുടെ ബോഡിയിലെത്തും. വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ്. പല തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് വരാതെ നോക്കാൻ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും നമുക്ക് അത്യാവശ്യം വേണം. അത് നമ്മളുടെ ബോഡിയിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളതാണ്. അതും റോ ആയിട്ടുള്ളത് പച്ചക്കുള്ള വെജിറ്റബിൾസ് തന്നെ കഴിക്കണം. ഇതേപോലത്തെ മറ്റൊരു വിറ്റാമിനാണ് വൈറ്റമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാ മൾട്ടി വിറ്റാമിനിലും വൈറ്റമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടാവും. എല്ലാവർക്കും മൾട്ടി വിറ്റാമിൻസിൻ്റെ ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ 2 ടാബ്ലറ്റ് എല്ലാ ദിവസവും കഴിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വെജിറ്റബിൾസ് എല്ലാ ദിവസവും കഴിക്കുന്ന അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും. വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ എല്ലാ ദിവസവും റോ ആയിട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മൾട്ടി വിറ്റാമിൻസ് മാത്രമല്ല കിട്ടുന്നത്, മറ്റ് പല തരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും നിങ്ങളുടെ ബോഡിയിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉദാഹരണമാണ് കരോട്ടിനോയിഡ്സ്, സിയാക്സാന്തിൻ, ല്യൂട്ടിൻ. നിങ്ങളുടെ വൻകുടലിൽ ആവശ്യമുള്ള അത്രയും ഫൈബർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാമെന്ന് മാത്രമല്ല, പലതരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കാനും ഈ ഒരു ചെറിയ ശീലം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ബ്ലഡ് പ്രഷർ കൺട്രോളാക്കി നിർത്താനും പ്രമേഹം കൺട്രോളാക്കി നിർത്താനും ഫാറ്റി ലിവർ ഡിസീസസിനും ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, നിങ്ങൾക്ക് ഇൻഡൈജഷൻ, ദഹനക്കേട്, കോൺസ്റ്റിപ്പേഷൻ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വഴിയാണ് നിങ്ങളുടെ ഡയറ്റിൽ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ആയിരങ്ങൾ ഒരു മാസം ചിലവാക്കിയിട്ട് മൾട്ടി വിറ്റാമിൻസോ സപ്ലിമെൻറ്റ്സോ കഴിച്ചു കഴിഞ്ഞാൽ പോലും ഇത്രയും വിറ്റാമിൻസും മിനറൽസും നിങ്ങളുടെ ബ്ലഡിലേക്ക് എത്തുന്നത് കുറവായിരിക്കും. കാരണം അതിൽ നിന്നും, ആ ക്യാപ്സ്യൂൾസിൽ നിന്നും അബ്സോർപ്ഷൻ കുറവായിരിക്കും. പോരാത്തതിന് ഈ മൾട്ടി വിറ്റാമിൻസിലൊക്കെ അടങ്ങിയിരിക്കുന്നത് സിന്തറ്റിക് ആയിട്ടുള്ള വിറ്റാമിൻസും മിനറൽസുമാണ്. അതായത് നമ്മൾ മനുഷ്യന്മാർ തന്നെ മെഷീനുകൾ ഉപയോഗിച്ചിട്ട് ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിറ്റാമിൻസും മിനറൽസുമാണ്. നേരെ മറിച്ച് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസുമാണ് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. പലതരത്തിലുള്ള സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം, സപ്ലിമെൻറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമ്മളുടെ ശരീരത്തിലേക്ക്, രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും പലതരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിൻ്റെയൊക്കെ അളവ് കൂടുതലായിരിക്കുന്നതാണ്. ഞാൻ റെഫർ ചെയ്തിട്ടുള്ള ഈ സ്റ്റഡീസിൻ്റെയൊക്കെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് കഴിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് സാലഡ്സ് ഉണ്ടാക്കേണ്ടത്? അതിന് നിങ്ങളുടെ കിച്ചണിൽ, നിങ്ങളുടെ വീട്ടിലെ എല്ലാ സമയത്തും ചില പ്രത്യേക തരത്തിലുള്ള വെജിറ്റബിൾസ് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഇനി ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് എൻ്റെ വീട്ടിൽ എല്ലാ സമയത്തും സ്റ്റോക്ക് ഉള്ളതെന്ന് ഞാൻ പറയാം. അതിൽ ക്യാരറ്റ് ഉൾപ്പെടുന്നുണ്ട്, ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാപ്സിക്കം 3 കളറിലുള്ളതുണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ടാവും, കക്കിരി ഉണ്ടാവും, വെള്ളരി ഉണ്ടാവും, ചിലപ്പോൾ ഇലകളും ഉണ്ടാവും. പക്ഷേ ഇലകളൊന്നും എല്ലാ സമയത്തും ഉണ്ടാവാറില്ല. ഇല എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചീരയും മുരിങ്ങേൻ്റെ ഇലയൊക്കെയാണ്. ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. ഫ്രൂട്ട്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഉദാഹരണം ടൊമാറ്റോ ആണ്. നിങ്ങൾക്ക് മറ്റ് പലതരത്തിലുള്ള ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. സാലഡ് ഉണ്ടാക്കുന്നതിന് മുമ്പേ വെജിറ്റബിൾസ് വാഷ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം ആൾക്കാരും വെജിറ്റബിൾസ് വാങ്ങിക്കാൻ മടിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന പെസ്റ്റിസൈഡ്സും കീടനാശിനികളും ഇതിനെയൊക്കെ പേടിച്ചിട്ടാണ്. പക്ഷേ അധികം ആൾക്കാർക്കും അറിയാത്ത കാര്യം, ഈ പറയുന്ന വെജിറ്റബിൾസ് ആവട്ടെ ഫ്രൂട്ട്സ് ആവട്ടെ നല്ല രീതിയിൽ റണ്ണിങ് ടാപ്പ് വാട്ടറിൻ്റെ അണ്ടറിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ടാപ്പ് തുറന്നിട്ടിട്ട് 10 മിനിറ്റ് അതിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിലുള്ള 99% കീടനാശിനികളും നഷ്ടപ്പെടുന്നതാണ്. ഇത് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന വഴിയാണ്. ഇത് കൂടാതെ നമുക്ക് പല രീതിയിലും ഈ വെജിറ്റബിൾസൊക്കെ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസൊക്കെ കൂടുതൽ സമയം 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ വെറും വെള്ളം മാത്രമാണെന്നുണ്ടെങ്കിൽ പോലും
ഒരു ടബിൽ ഇറക്കി വെക്കാം, ഇമേഴ്സ് ചെയ്ത് വെക്കാം. ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം, വിനീഗർ ഉപയോഗിക്കാം. പല രീതിയിൽ നമുക്ക് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും മുകളിലുള്ള ഓർഗനോഫോസ്ഫറസ് കോമ്പൗണ്ട്സും പെസ്റ്റിസൈഡ്സും കീടനാശിനികളൊക്കെ കളയാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. വെജിറ്റബിൾസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്കിന്ന് കളയാന്നുള്ളതാണ്. ഇതിന് മാത്രമാണ് കുറച്ച് സമയം എടുക്കുന്നത്. ക്യാരറ്റ് ആവട്ടെ, കക്കിരി ആവട്ടെ, ഇതിൻ്റെയൊക്കെ സ്കിന്ന് കളഞ്ഞിട്ട് കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സ്കിന്ന് കളഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ കേരളത്തിലുള്ളവർ കുറച്ചും കൂടിയും എഡിബിൾ ആയിട്ടും കുറച്ചും കൂടി സേഫ് ആയിട്ടും കാണുന്നത് സ്കിന്ന് കളഞ്ഞിട്ട് കഴിക്കുന്നതാണ്. സ്കിന്നിലും ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്കിന്ന് കളഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ വെജിറ്റബിൾ സാലഡിൽ നിന്നും ഫൈബറിൻ്റെ അളവ് വല്ലാതെ കുറഞ്ഞു പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് സ്കിന്ന് കളഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും 2-3 വെജിറ്റബിൾസ്, നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ്, നിങ്ങളുടെ വീട്ടിൽ ആ സമയമുള്ള വെജിറ്റബിൾസ് 2-3 എണ്ണം അത് ഫൈൻലി ചോപ്പ് ചെയ്യുക, കട്ട് ചെയ്യാം, സ്ലൈസ് ചെയ്യാം. ഏത് ഷേപ്പിലോ സൈസിലോ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് ചെയ്യാവുന്നതാണ്. ഒരു നൈഫും ഒരു കട്ടിംഗ് ബോർഡും മതി. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടർമറിക് ആഡ് ചെയ്യാം, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം, കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്യാം. ഇതൊക്കെ ആഡ് ചെയ്യുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന, ഈ വെജിറ്റബിൾസിലൊക്കെ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും പല രീതിയിലാണ്. പല വെജിറ്റബിൾസിലും പല പല രീതിയിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻറ്റസ്റ്റൈനിൽ നിന്നും രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ ടെർമറിക്കും പെപ്പറും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് കുറച്ചും കൂടി കൂടുതൽ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇതിന് പുറമെ വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽസ് ആഡ് ചെയ്യാം. അതിൽ കോക്കനട്ട് ഓയിൽ നല്ലതാണ്, ഒലിവ് ഓയിൽ നല്ലതാണ്. എൻ്റെ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങളിപ്പം ഫോട്ടോയിൽ കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ഒരു വെജിറ്റബിൾ സാലഡ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വെറും 50 ഗ്രാം മതി. 50 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കപ്പിൽ എടുക്കാവുന്ന അത്രയും വെജിറ്റബിൾസ് മാത്രം മതിയാവും. നിങ്ങൾ ഒരു നേരം കുടിക്കുന്ന ചായ അല്ലെങ്കിൽ കോഫി ആ ഒരു കപ്പിൻ്റെ പകുതി എടുത്താൽ തന്നെ 50 ഗ്രാമിലും കൂടുതലുണ്ടാവും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഇത്തരത്തിലുള്ള സാലഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെജിറ്റബിൾ സാലഡ്സ് ആദ്യം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് വെജിറ്റബിൾസ് കഴിച്ചു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനും പറ്റും. നിങ്ങൾ ആദ്യം വെജിറ്റബിൾസ് കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാവും. കൂടുതൽ കാലറീസ് അടങ്ങിയിട്ടുള്ള സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനും സാധിക്കും. ഇനി ലഞ്ചിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം 50 ഗ്രാം. എത്ര കൂടുന്നോ അത്രയും നല്ലതാണ്. 50 ഗ്രാം എന്ന് പറയുന്നത് ഞാൻ മിനിമം ആണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ ഉണ്ടാക്കി വെച്ച സാലഡ്സിൻ്റെ ബാക്കിയാണെങ്കിൽ പോലും അത് വേറെ ഒരു ടിഫിൻ ബോക്സിലാക്കി, നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ടിഫിൻ ബോക്സിലാക്കിയതിന് ശേഷം ആ വെജിറ്റബിൾ സാലഡ് നിങ്ങളുടെ ഓഫീസ് സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ആ ബോക്സിലുള്ള വെജിറ്റബിൾ സാലഡ്സ് ആദ്യം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ മെയിൻ മീലിലേക്ക് പോവുക. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് തരത്തിലുള്ള സാലഡ്സ് ആണെന്നുണ്ടെങ്കിലും ആദ്യം സാലഡ് കഴിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ചോറോ എന്താണോ നിങ്ങൾ ലഞ്ചിന് കൊണ്ടുപോയിട്ടുള്ളത് അത് കഴിക്കുക. ഇനി ഡിന്നറിൻ്റെ സമയത്തും ഇതേപോലെ തന്നെയാണ്. കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ മിനിമം 50 ഗ്രാമെങ്കിലും കഴിക്കണം. രാത്രി സമയത്ത് ഒണിയൻ അല്ലെങ്കിൽ വലിയ ഉള്ളി അത് കഴിക്കുന്നത് ഒഴിവാക്കുന്നത് തന്നെ നല്ലത്. പക്ഷേ ബാക്കി സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ലഞ്ചിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാലഡിൽ ഉള്ളിയും ഉപയോഗിക്കാം. അതിനും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. രാത്രി വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് സാലഡ്സ് വീണ്ടും ഉണ്ടാക്കാം. അത് പച്ച കഴിക്കുന്നതിന് പകരം വേണമെങ്കിൽ ബോയിൽഡ് വെജിറ്റബിൾസ് കഴിക്കാം. ഈ പറഞ്ഞ വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന് ശേഷം ഒരു കുക്കറിൽ ഇട്ടിട്ട് 1-2 വിസിൽ മതിയാവും. അന്നപ്പോൾ തന്നെ അത് ബോയിൽഡ് ആവും, അത് വെന്ത് കിട്ടും. ആ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കാനും ഉപയോഗിക്കാം. ഇങ്ങനെ നിങ്ങൾ 3 നേരം 50 ഗ്രാം വെച്ച് മിനിമം വെജിറ്റബിൾസ് എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 150 ഗ്രാം വെജിറ്റബിൾസ് ആണ് കിട്ടുന്നത്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഫാറ്റി ലിവർ ഡിസീസും കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നത്, പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ. നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ ഒരൊറ്റ ശീലം മതി. നിങ്ങൾ വിചാരിച്ചാലും കൂടുതൽ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇലകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചീരയാവട്ടെ, മുരിങ്ങേൻ്റെ ഇലയാവട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ലീവ്സ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ലീവ്സ് എല്ലാ സമയത്തും നമുക്ക് കിട്ടില്ല. ഇനി നിങ്ങൾ പുറത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ലീവ്സിലാണ് കൂടുതൽ ക്ലീനിങ്, വാഷിംഗ് ഒക്കെ ആവശ്യമുണ്ടാവുക. ലീവ്സിൻ്റെ സർഫസ് ഏരിയ കൂടുതലാണ്, പ്രത്യേകിച്ചും ചെറിയ ഇലകളാണെങ്കിൽ. അതുകൊണ്ട് തന്നെ പുതിന, മല്ലിയില, കരിവേപ്പില ഇത്തരത്തിലുള്ള ലീവ്സ് ഒക്കെ ആണെങ്കിൽ കഴിയുന്നത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. പുറത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും 15 മിനിറ്റെങ്കിലും സമയമെടുത്ത് ക്ലീൻ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തായിട്ട് പറയാനുള്ളത് സാലഡ്സിൽ ഉപ്പ് ചേർക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഉപ്പിൻ്റെ അളവ് കൂടാതെ നോക്കിയാൽ മതി. ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ബ്ലഡ് പ്രഷർ കൂടുതലുള്ള പേഷ്യൻസ് തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോൾ BP നോക്കിക്കഴിഞ്ഞാലും 140-90 മുകളിലേക്കൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ
നിങ്ങൾ സാലഡ്സ് കഴിക്കുന്ന സമയത്ത് ഉപ്പ് ഇടാതെ ഉപ്പ് ആഡ് ചെയ്യാതെ കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പോരാത്തതിന് വേറെ ഒരു കാരണം കൂടിയുണ്ട്. നിങ്ങൾ ഉപ്പ് ഇടാതെ വെജിറ്റബിൾസ് കഴിക്കുകയാണെങ്കിൽ വെജിറ്റബിൾസിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാഷ്യം നമ്മളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുണ്ട്. BP കൂടുതലുള്ള ആൾക്കാർക്ക് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറവായിരിക്കും. നിങ്ങൾ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ കൂടി വരും ചെയ്യും. അത്രയും കൂടുതൽ പൊട്ടാഷ്യം തരുന്ന വെജിറ്റബിൾസിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ സോൾട്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് സോൾട്ടിൻ്റെ അബ്സോർപ്ഷൻ ആയിരിക്കും കൂടുതലുണ്ടാവുക. പൊട്ടാഷ്യത്തിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രഷർ കൂടുതലുള്ളവർ മാത്രം ഉപ്പിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാവർക്കും വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലെങ്കിലും ഈ വെജിറ്റബിൾസ് റോ കഴിക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങളത് കഴിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി സാലഡ്സ് ഉണ്ടാക്കുന്നതിൻ്റെ മറ്റൊരു വെറൈറ്റിയും കൂടി ഞാൻ പറയാം. പച്ചക്കറീൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പയർ വർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും ആഡ് ചെയ്യാം. അത് മുളപ്പിച്ച പയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. മുളപ്പിച്ച ചെറുപയർ, വൻപയർ, മുളപ്പിച്ച കടല ഇതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രോട്ടീനും കിട്ടും. പക്ഷേ ഇതൊക്കെ മുളപ്പിക്കാൻ കുറച്ച് സമയമെടുക്കും. പ്ലാനിങ് വേണം. 2-3 ദിവസം മുമ്പേ തുടങ്ങണം. ഇത്തരത്തിലുള്ള മുളപ്പിച്ച പയർവർഗ്ഗങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലഡിൻ്റെ ടേസ്റ്റ് തന്നെ മാറ്റാൻ സാധിക്കും. പച്ചക്ക് കഴിക്കുന്ന വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇത്തരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചിട്ടോ അല്ലാതെയോ വേവിച്ചിട്ടോ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. പയറിൻ്റെയും പരിപ്പ് വർഗ്ഗങ്ങളുടെയും ഉദാഹരണം പറയാം. ചെറുപയറുണ്ട്, വൻപയറുണ്ട്, സോയാബീൻ യൂസ് ചെയ്യാം, രാജ്മ ബീൻസ് യൂസ് ചെയ്യാം, കിഡ്നി ബീൻസ് യൂസ് ചെയ്യാം, ഗ്രീൻ പീസ് വേവിച്ചിട്ട് ആഡ് ചെയ്യാം, ഗ്രൗണ്ട് നട്ട് അല്ലെങ്കിൽ കടല ഉപയോഗിക്കാം. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സാലഡ്സിലേക്ക് നിങ്ങൾക്ക് സീഡ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സീഡ്സ് പല തരത്തിലാണുള്ളത്. ചിയ സീഡ്സ് ഉണ്ട്, പംകിൻ സീഡ്സ് ഉണ്ട്, സൺഫ്ലവർ സീഡ്സ് ഉണ്ട്. സീഡ്സ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചും മറ്റു പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് നിർബന്ധമായിട്ടുള്ള ഒരു ഡിഷായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാലഡ്സിൻ്റെ ക്വാളിറ്റി മികച്ചതാക്കാൻ നിങ്ങൾക്ക് തന്നെ പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. ഇനി വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ നാട്ടിൽ കിട്ടാത്ത തരത്തിലുള്ള വെജിറ്റബിൾസ് അതൊന്നും ആഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ഉദാഹരണത്തിന് ബ്രൊക്കോളി നമ്മളുടെ നാട്ടിൽ കിട്ടുന്നത് കുറവാണ്. ലെറ്റ്യൂസ് നമ്മളുടെ നാട്ടിൽ കിട്ടുന്നത് കുറവാണ്. ചില കടകളിലും ചില സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും മാത്രമേ ഉണ്ടാവാറുള്ളൂ. നമുക്ക് എളുപ്പം കിട്ടുന്ന തരത്തിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് വേണം സാലഡ്സ് ഉണ്ടാക്കാൻ. പോരാത്തതിന് നിങ്ങൾ വെജിറ്റബിൾ സാലഡ്സ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കിച്ചണിൽ ആ വെജിറ്റബിൾസ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ദിവസം വെജിറ്റബിൾ സാലഡ്സ് ഉണ്ടാക്കാനും പോകുന്നില്ല, കഴിക്കാനും പോകുന്നില്ല. അതായത് ഈ ഒരു ശീലം നിങ്ങൾക്ക് തുടർന്നുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ സമയവും നിങ്ങളുടെ വീട്ടിൽ വെജിറ്റബിൾസ് സ്റ്റോക്ക് ഉണ്ടാവണം. അപ്പോൾ വെജിറ്റബിൾസ് വാങ്ങിക്കുന്ന കാര്യം മറക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. സാലഡ് ഉണ്ടാക്കുന്നത് എത്രത്തോളം നിങ്ങൾ ഡിഫിക്കൽട്ട് ആക്കുന്നോ അതിനനുസരിച്ച് ആ ശീലം നിങ്ങൾ പെട്ടെന്ന് നിർത്താനേ പോകുന്നുള്ളൂ. നേരെ മറിച്ച് സാലഡ് ഉണ്ടാക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ശീലം തുടർന്നുകൊണ്ട് പോകാൻ നിങ്ങളത് തീർച്ചയായിട്ടും സഹായിക്കും. എളുപ്പമാക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സാലഡ്സ് ഉണ്ടാക്കി ഒരു ദിവസമല്ല, ഏറ്റവും ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും നിങ്ങൾ ഈ ഒരു ശീലം തുടർന്ന് പോവുക. 7 ദിവസം 3 നേരവും ഈ പറയുന്ന വെജിറ്റബിൾ സാലഡ്സ് ഉണ്ടാക്കുക, അത് കഴിക്കുക. ഈ ഒരു ശീലം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ സിംറ്റംസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. ഇനി ഓരോരോ തരത്തിലുള്ള വെജിറ്റബിൾസിലും എന്തൊക്കെ തരത്തിലുള്ള വിറ്റാമിൻസ് ആണ്, മിനറൽസ് ആണ് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.